ഇടയിലൻ ജീവിത വീതിയിലൻ പാദം ഇടറുന്ന നേരം നീ താങ്ങൂ. ഏതൊരു ഉപമ ക്രിസ്തു പറയുമ്പോഴും നാം ചിന്തിച്ചു കൊള്ളണം, ഈ ഉപമയിൽ എവിടെയോ ക്രിസ്തു ഉണ്ട്, ഈ ഉപമയിൽ എവിടെയോ നമ്മളുമുണ്ട്, ഈ ഉപമയിൽ എവിടെയോ ക്രിസ്തു പറയാൻ ആഗ്രഹിച്ച ആശയവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശു 2 ഉപമ പറയുകയാണ്. 2 കാര്യങ്ങളെ സാമ്യപ്പെടുത്തുകയാണ്. ഒന്ന്, വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി. ആരെങ്കിലുമൊക്കെ ആ നിധി കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവൻ ആരോടും പറയില്ല, അവൻ മറച്ചു വെച്ചിട്ട് അവൻ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി സ്വന്തമാക്കും. രണ്ടാമതായിട്ട്, നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യമാണ് സ്വർഗരാജ്യം. വിലയേറിയ രക്തത്തെ കാണുമ്പോൾ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രക്തത്തെ സ്വന്തമാക്കുന്നു. ഇങ്ങനെ 2 ഉപമകൾ പറയുമ്പോൾ ഈ നിധിയും രത്നവുമൊക്കെ എന്താണ്? ഈ ഉപമകൾ രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ എവിടെയാണ് നമ്മൾ, എവിടെയാണ് ക്രിസ്തു, എവിടെയാണ് ക്രിസ്തു പറയാൻ ആഗ്രഹിച്ച ആശയം? എനിക്ക് തോന്നുന്നു ഈ ഉപമയിൽ നിധി തേടിപ്പോയ ആളും രക്തം തേടിപ്പോയ ആളും ഒരേ ആളാണ്. അതാരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ്. ക്രിസ്തുവാണല്ലോ നമ്മെ ഏറ്റവും അധികം നിധി പോലെ സൂക്ഷിച്ചത്. അവനാണല്ലോ നമ്മളെ വിലയേറിയതായി കണ്ടത്. എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ ഈ 2 പേരും ചെയ്ത ഒരു കാര്യമുണ്ട്. അവർക്കുള്ളതെല്ലാം വിറ്റ് അവർ ആ നിധിയും രക്തവും സ്വന്തമാക്കുന്നു. ക്രിസ്തു ചെയ്തതല്ലേ? അവൻ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി അവൻ നമ്മളെ സ്വന്തമാക്കി. അങ്ങനെ അവൻ നമ്മളെ വീണ്ടെടുക്കുകയാണ്. പ്രിയമുള്ളവരെയും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളെ മൂല്യമുള്ളതായി കണ്ടതും നമ്മളെ വിലയേറിയതായി കണ്ടതും ക്രിസ്തുവാണ്. കാരണം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവൻ നഷ്ടപ്പെടുത്തിയത് അവൻ്റെ തന്നെ ജീവനാണ്. അങ്ങനെ ജീവൻ നഷ്ടപ്പെടുത്തി ക്രിസ്തു നമ്മളെ സ്വന്തമാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ വിലപ്പെട്ടവരാണ്, മൂല്യമുള്ളവരാണ്. എന്തുമാത്രം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അഭിമാനിക്കുന്നുണ്ട്, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മൂല്യമുള്ളതായി കാണുന്നുണ്ട്. ഈ ചെറിയ ജീവിതം എന്തുമാത്രം വിലപ്പെട്ടതായി കാണണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. കുറച്ചും കൂടി ശ്രദ്ധയോടെ, കുറച്ചും കൂടി മൂല്യമുള്ളതായി ഓരോ ദിവസവും ബന്ധങ്ങളിലും സ്നേഹങ്ങളൊക്കെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ വെറുതെ ഓരോ ദിവസവും ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾക്കിടയിൽ കുറച്ചും കൂടി വിലയുള്ളവരാണെന്നുള്ള തോന്നൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മൺകുടത്തിൽ തന്ന നിധി മൺകുടത്തിൽ തന്ന നിധി ഞാൻ മമ ജീവകാലമെല്ലാം കാക്കും. ഇടയിലൻ ജീവിത വീതിയിലൻ പാദം ഇടറുന്ന നേരം നീ താങ്ങൂ. ഇടയിലൻ ജീവിത വീതിയിലൻ പാദം ഇടറുന്ന നേരം നീ താങ്ങൂ. മൺകുടത്തിൽ തന്ന നിധി കാവലരുളു കരുണമയനേ കൃപയരുളു അനുദിനവും കേഴു മനുജനുയിരു പകരാനീ അടിയനുപകരണമാകുവാ. അഭിഷേചിച്ചെന്നെ നിൻ സുവിശേഷമേകുവാ. സവിശേഷമാവിളി സന്തോഷമോടെ ഞാൻ തുടരാം ജീവിതകാലം നിൻ കൃപയേ. ശരണം 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 ശരണം. മൺകുടമാമെൻ്റെ മനസ്സിൽ മണിദീപമായി വന്ന നാഥാ, നിന്നിണധാര ചൊരിഞ്ഞെൻ്റെ പ്രാണന്റെ അങ്കണം മോഹനമാക്കൂ. മൺകുടത്തിൽ തന്ന നിധി
മനസ്സിനമൃതു പകരും തിരുമൊഴികൾ അരുളിടുവാൻ നീറൻ മിഴിയിൽ അലിവു ചൊരിയാനീ അടിയനുപകരണമാകുവാൻ ഞാൻ എൻ്റെ മോഹവും പാപാന്ധകാരവും തോരാത്ത സ്നേഹമേ തൃക്കൈയിലേക്കിടാം മരണം മേയുന്ന വഴിയേ നിൻ കൃപയേ ശരണം 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 മൺകുടത്തിൽ തന്ന നീതി ഞാൻ മമ ജീവകാലമെല്ലാം കാക്കും ഇടയിലൻ ജീവിത വീതിയിലൻ പാദം ഇടറുന്ന നേരം നീ താങ്ങൂ ഇടയിലൻ ജീവിത വീതിയിലൻ പാദം ഇടറുന്ന നേരം നീ താങ്ങൂ മൺകുടത്തിൽ തന്ന നിധി ഞാൻ